2014 വരെ നമ്മൾ രാജ്യം എന്ന് പറഞ്ഞാൽ തീവ്രവാദം കൊണ്ടുള്ള എന്താ പറയുക, മലയാളത്തിൽ പറയാൻ അയ്യര് കളിയായിരുന്നു. യോഗ്യത എല്ലാവർക്കും ഉണ്ടല്ലോ, അവരവർ തെളിയിക്കേണ്ടതാണല്ലോ. രാഹുൽ ഗാന്ധിക്ക് എന്താ യോഗ്യതയുള്ളത്? അയാളെവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആകാനാ? അയാൾക്ക് ഒരു ബുദ്ധിയില്ല. രാഹുൽ ഗാന്ധി ഭരിച്ചാലല്ലേ നമുക്കറിയാൻ പറ്റും എന്താണ്. എന്ത് സംഭവം ഉണ്ടായാലും പ്രതിപക്ഷത്തിന് ഒരേ ഒരു ആവശ്യം മാത്രമാണ് മുന്നോട്ട് പറയാനുള്ളത്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണം. എന്നാൽ കോൺഗ്രസിൽ നിന്ന് ആരാണ് പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അവർക്ക് എപ്പോഴും പറയാനുള്ളത് രാഹുൽ ഗാന്ധിയുടെ പേരാണ്. എന്നാൽ ജനങ്ങൾക്ക് നരേന്ദ്രമോദിയേക്കാൾ ഇഷ്ടം രാഹുൽ ഗാന്ധിയോടുണ്ടോ? അവരുടെ വാക്കുകളിലൂടെയൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ ഇപ്പം നിലവിൽ പറയുകയാണെങ്കിൽ മോദി തന്നെ ഭരിക്കണമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി എന്താ പറയാനുള്ളത്? ആരുടെ വേണം? മോദിയുടെ ഭരണത്തെ പറ്റി. ഒന്നാമത്തെ കാര്യം, രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വളരെ എഫർട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ തന്നെ കണ്ടതാണ്. 2014 വരെ നമ്മൾ രാജ്യം എന്ന് പറഞ്ഞാൽ തീവ്രവാദം കൊണ്ടുള്ള എന്താ പറയുക, മലയാളത്തിൽ പറയാൻ അയ്യര് കളിയായിരുന്നു, അല്ലേ? 14 ശേഷം അത് വളരെ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. അതുകൊണ്ട് അദ്ദേഹം തന്നെ ഇനിയും ഭരിക്കട്ടെ. തീർച്ചയായിട്ടും. കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയാണോ അതോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണോ? സംശയമുണ്ട്, നരേന്ദ്രമോദി തന്നെ. എന്തുകൊണ്ടായിട്ടാ? ലോക നേതാവ് അംഗീകരിച്ച ഒരാളല്ലേ അദ്ദേഹം തന്നെ ഇനിയും നമ്മുടെ ഇന്ത്യയെ നയിക്കണമെന്ന് തന്നെയാണോ ആഗ്രഹം? തീർച്ചയായും. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താ? സ്വയം അദ്ദേഹത്തിന്റെ ഇമേജുകൾ കളയുന്നു, അത് തന്നെ കാര്യം. കളയുന്നു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും യോഗ്യനല്ല എന്ന അഭിപ്രായമാണ്. യോഗ്യനല്ല എന്നൊരു അഭിപ്രായമില്ല, വ്യക്തിപരമായിട്ട് അങ്ങനെയല്ല. യോഗ്യത എല്ലാവർക്കും ഉണ്ടല്ലോ, അവരവർ തെളിയിക്കേണ്ടതാണല്ലോ. രാഹുൽ ഗാന്ധിക്ക് എന്താ യോഗ്യതയുള്ളത്? അല്ല, കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നുണ്ട്. നേതാക്കൾക്ക് കാര്യമൊന്നുമില്ല, അതിനേക്കാളും കഴിവുള്ള ഒരു കോൺഗ്രസിൽ തന്നെ ഉണ്ട്. ആയിരിക്കാൻ യോഗ്യൻ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയാണോ അതോ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി? രാഹുൽ ഗാന്ധിക്ക് പോപ്പിൻസ് കൊടുക്കുക. അയാളെവിടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആകാനാ? അയാൾക്ക് ഒരു ബുദ്ധിയില്ല, വേസ്റ്റ് അയാൾ ഇന്ത്യക്ക്. യോഗ്യൻ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയാണോ അതോ പ്രധാനമന്ത്രി മോദി തന്നെയാണോ? മോദി എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ആ ഒരു അഭിപ്രായം? നമ്മൾ കണ്ടോണ്ടിരിക്കില്ല, നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്ന പദ്ധതിയെല്ലാം കണ്ടോണ്ടിരിക്കില്ല. എന്തും കൊണ്ട് വരാൻ യോഗ്യതയുള്ള പുള്ളി തന്നെയാണ്, മോദി തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് അതിനെക്കുറിച്ച് വലിയ അഭിപ്രായമില്ല, പുള്ളിയുമായിട്ട് വലിയ ഇതില്ല എനിക്ക്. കേന്ദ്രത്തിലാണെങ്കിൽ മോദിയാണ്. മോദി തന്നെയാണ്. എന്തുകൊണ്ട് ആ ഒരു അഭിപ്രായം? അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഇതാണ്, വ്യക്തിത്വമാണ്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയെ ഇനി നല്ല രീതിയിൽ നയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കാം, അറിയില്ലേ പറ്റുള്ളൂ. രാഹുൽ ഗാന്ധിയെ പറ്റി എന്താ അഭിപ്രായം? രാഹുൽ ഗാന്ധിയും നല്ലൊരാളാണ്, നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം ഈ ഇരിക്കുന്നതിൽ കേന്ദ്രത്തിലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയാണ്. കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയാണോ അതോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദി തന്നെയാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? കഴിവുണ്ട്, തൻ്റെ ഇടമുണ്ട്. ഇനി നമ്മുടെ നാട് നല്ല രീതിയിൽ നയിക്കുമെന്ന വിശ്വാസമുണ്ട്. ഈ നാട് നല്ല രീതിയിൽ പോകണമെങ്കിൽ മോദി സാറായിരിക്കണം നമ്മുടെ ഇന്ത്യയെ നയിക്കേണ്ടത്. രാഹുൽ ഗാന്ധി. എന്തുകൊണ്ടാ സർ? അത് ജനങ്ങളുമായിട്ട് വളരെ ഇടപഴകി പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ്. പക്ഷെ നമ്മൾ കുറച്ചധികം വർഷമായി മോദി തന്നെയാണല്ലോ നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം വേണ്ട എന്ന് പറയാനുള്ള കാരണം? രാജ്യത്ത് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയെ നല്ല രീതിയിൽ അദ്ദേഹം നയിക്കുന്നില്ലേ? ഇല്ല, അത് ശരിക്കും പറയാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകുമോ? സാധ്യതയുണ്ട്. കോൺഗ്രസിലെ രാഹുൽ ഗാന്ധിയാണോ അതോ നമ്മുടെ പ്രധാനമന്ത്രി മോദി തന്നെയാണോ? രാഹുൽ ഗാന്ധി ആയാലും മോദി ആയിരുന്നാലും നാട്ടിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് നല്ല ആൾക്കാർ തന്നെയാണ്. നല്ല ആൾക്കാരെയാണ്. മോദിയാണല്ലോ ഇപ്പൊ 10 വർഷത്തിലധികമായി ഇന്ത്യയെ ഭരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം? ഇയാളെ നല്ല പ്രവൃത്തി ആയതുകൊണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെയായിരിക്കും ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ്. എന്തുകൊണ്ടാ സാർ രാഹുൽ ഗാന്ധി? നല്ലൊരു വ്യക്തിയാണോ? നമ്മുടെ ഇന്ത്യയെ നല്ല രീതിയിൽ നയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? മോദിയെ പറ്റി എന്താ അഭിപ്രായം? കാരണം നല്ലൊരു പ്രധാനമന്ത്രി തന്നെയാണ്. രാഹുൽ ഗാന്ധിയാണോ അതോ നമ്മൾ ഇന്ത്യയുടെ ഇപ്പോഴും ഭരിക്കുന്ന മോദി തന്നെയാണോ? അഭിപ്രായം പാർട്ടിപരമായിട്ടല്ലേ പറയാൻ പറ്റും. ഇല്ല, ഭരണം കണ്ടിട്ട് എന്താ തോന്നുന്നു? ഇപ്പോൾ 10 വർഷത്തിലധികമായി മോദിയാണ് ഭരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് രാഹുൽ ഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ ഒട്ടനവധി മാറ്റങ്ങൾ വരുമെന്നാണ്.
അപ്പോൾ ഭരണവും അവരുടെ അഭിപ്രായവും എല്ലാം കേട്ടിട്ട് എന്ത് തോന്നുന്നു? രാഹുൽ ഗാന്ധി ഭരിച്ചാലല്ലേ നമുക്ക് അറിയാൻ പറ്റും എന്താണ്. മോദിയുടെ ഭരണം എങ്ങനെയുണ്ട്? 10 വർഷത്തിലധികമായി ഇന്ത്യ പോകുന്നു.